ഹലോ, ഞാനിന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ മെയിനായിട്ടും കാണിക്കുന്നത്. അതിന് പുറമെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും അതേപോലെ തന്നെ സ്കിൻ കെയറും കാണിക്കുന്നുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റിയാണ് ഞാൻ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനതൊരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടിട്ട് മേടിച്ചതാണ്. ഇത് വന്നിട്ട് മെബലൈൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള 10 ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. 400 സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. MRP എനിക്ക് തോന്നുന്നു 600 അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇപ്പം 441 അങ്ങനെയാണ് ഞാൻ ആമസോണിൽ കാണുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റി ഭയങ്കര അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ ഒരു ഷെയ്ഡ് മാത്രമല്ല, ഈ ഒരു റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്കുകൾ. കാരണം ഭയങ്കരമായിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് കേട്ടോ കിട്ടുക. നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്വതവേ നമ്മൾ ഗ്ലോസി വെക്കാൻ വിചാരിക്കും പെട്ടെന്ന് അത് തുടച്ചാൽ പോകുന്നു. പക്ഷേ ഇത് ചുണ്ടത്തുനിന്ന് തുടയ്ക്കാൻ തന്നെ ഭയങ്കര പാടാണ് കേട്ടോ. ഇപ്പം നമ്മളൊരു ലിപ് ബാമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് തുടയ്ക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. അല്ലാണ്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തുടച്ചാലും പോവില്ല. നമ്മൾ ഇട്ട് ഇന്ന് ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്ത് പോക്കിയാൽ മാത്രമേ പോകുള്ളൂ കേട്ടോ. അത്രയും നമ്മുടെ ലിപ്സിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേ എന്ന് പറയുകയാണെങ്കിൽ സൂപ്പറാണ്. ആ ഒരു ഗ്ലോസി ഫിനിഷ് നമ്മൾ വല്ല ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ഗ്ലോസി സംഭവം, പക്ഷേ അപ്പോഴും ആ ഒരു കളർ ഉണ്ടല്ലോ ലിപ്സിൽ, നമ്മൾ ആ ഒരു ലിപ്സ്റ്റിക്ക് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ എടുത്തത് ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. പറയാൻ കുറേ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ സ്കിൻ കെയർ സെറാമൈഡ്സ് ആൻഡ് ഹെലോണിക് ആസിഡ് വരുന്ന ഒരു ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസറാണ്. പ്രോബയോട്ടിക്സ് അതേപോലെ തന്നെ റൈസ് വാട്ടറാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് പറയുന്നത്. pH 5.5 ആണ് കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നിന് കോമ്പിനേഷൻ അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് ഇത്. 395 ഇതിൻ്റെ MRP, പക്ഷേ നമുക്കത് 330 ഒക്കെ റേറ്റിന് കിട്ടും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്ത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഒരു ഇൻവിസിബിൾ സൺസ്ക്രീനാണ്. SPF 40 വരുന്നുണ്ട്. അതേപോലെ തന്നെ PA+++ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഉള്ളതിൽ നിന്നും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഇതൊരു ജെല്ല് പോലത്തെ ഒരു മോയ്സ്ചറൈസറാണ്. ജെല്ല് പോലത്തെ സൺസ്ക്രീനാണ്. ഇതിൽ വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എവിടെ പോയി നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ടത്. കാരണം തീരെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ആണ് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൺസ്ക്രീനാണ്. മിനിമലിസ്റ്റിൻ്റെ അടിപൊളിയാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യുക, ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തത് ഈ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് 61 രൂപ. ഞാൻ ആദ്യം മേടിച്ചപ്പോൾ 50 ആയിരുന്നു കേട്ടോ. ഇപ്പോൾ 61 സംതിങ് ആണ് റേറ്റ് കാണിക്കുന്നത്. ഇത് നമുക്ക് 2 മേടിക്കണം, എന്നാലേ നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ. നല്ല എന്താ പറയുക, മാർസിൻ്റെ ആണ് ഐബ്രോ പെൻസിൽ. നല്ലതാട്ടോ. എനിക്ക് ആ ഒരു റേറ്റിന് നല്ലതായിട്ട് തോന്നി. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്ക് 47 നമ്മളുടെ ഷുഗറിൻ്റെ ആ ഒരു നെയിൽ പോളിഷാണ്. പറയണത് മാറിപ്പോയതാണ് കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പാക്റ്റ് വന്നിട്ട് നമ്മുടെ ലാക്മേൻ്റെ 925 ആ ഒരു കോമ്പാക്റ്റ് പൗഡറാണ്. നല്ല മാറ്റ് ലുക്കൊക്കെ തട്ടോ. ഇതിന് 800 സംതിങ് ഒക്കെ ആയിട്ട് റേറ്റ് കാണിക്കുന്നുണ്ട് തോന്നുന്നു. പക്ഷെ നമുക്കത് ഓഫറിൽ 300-ക്കും 400-ക്കും കിട്ടും. പിന്നെ അടുത്ത വന്നിട്ട് നമ്മുടെ മാർസിൻ്റെ തന്നെ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ ഐലൈനറൊക്കെ എഴുതാൻ ടഫാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു ജെൽ ഐലൈനറാണ്. നല്ലതാണ്. സിറ്റി സ്ട്രോക്സ് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഞാനൊക്കെ എടുത്തിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ആമസോൺ നമ്മുടെ ഈ 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് 17-ാം തീയതി വരെയൊക്കെ ആയിട്ട് നമ്മുടെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലുണ്ട്. അപ്പോൾ 50 മുതൽ 80% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ 10% ഡിസ്കൗണ്ട് ക്യാഷ് ബാക്കും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ നമ്മൾ എഴുതി കൊടുക്കാണ്ട് ഇതേപോലെ ചുറ്റും എഴുതുകയാണെങ്കിൽ കുഞ്ഞി കണ്ണാണെങ്കിലും നല്ല വലുതായിട്ട് തോന്നും. ഇപ്പോൾ കണ്ടോ, നല്ല നമുക്ക് വലിപ്പം, നല്ല ഉണ്ട ചക്കക്കണ്ണ് പോലെ ഇരിക്കും അങ്ങനെ എഴുതി കഴിഞ്ഞാൽ. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ എഴുതായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതാറില്ല. ഇത് എഴുതുകയാണെങ്കിൽ തന്നെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും കാജൽ വെച്ചിട്ട് അങ്ങനെ ഫില്ല് ചെയ്യും. അതാണ് കുറച്ചും കൂടെ ഒരു നീറ്റ് ലുക്ക് അങ്ങനെ തോന്നും. പക്ഷെ നല്ല വലിപ്പത്തിൽ കണ്ണൊക്കെ തോന്നണമെങ്കിൽ ഇങ്ങനെ എഴുതണമായിരിക്കും കേട്ടോ നല്ലത്. വലിപ്പം കൂട്ടാൻ കാരണം ആ ഒരു ഉള്ളത്തെയും കൂടെ അങ്ങനെ കുറച്ചും കൂടെ വലിപ്പം തോന്നിക്കും. അപ്പം ഞാൻ എന്താ ഈ ഒരു കാജലും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ തോന്നുന്നത് കാജൽ. എന്തായാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഞാൻ കാണിക്കണം, പ്രൊഡക്റ്റൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയാണ്. നല്ലൊരു ബ്ലാക്ക്, കുറച്ചും കൂടെ നല്ല ഡാർക്കായിട്ട് കണ്ണ് നന്നായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ എടുത്ത് കാണിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഐബ്രോസ് ഒന്നുകൂടെ ഡാർക്ക് ആക്കുകയാണെങ്കിലായിരിക്കും ഭംഗി ഉണ്ടാവുക കേട്ടോ. അല്ലെങ്കിൽ കണ്ണ് മാത്രം ഇങ്ങനെ എടുത്ത് നിൽക്കും. പിന്നെ നമ്മുടെ ഫേസസ് കാനഡേൻ്റെ ഒരു ലിപ് ലൈനറാണ്. ഇത്തിരി റേറ്റ് കൂടുതലാണ്. 300-400 ഒക്കെയാണ് അതിൻ്റെ റേറ്റ് ഇങ്ങനെ കാണാറില്ല കേട്ടോ.
പക്ഷെ നല്ല പിഗ്മെൻറ്റഡ് ആണ്. അതേപോലെ ഇപ്പം ഈ ഒരു ലിപ്സ്റ്റിക്കിന് ആവശ്യമില്ല, അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ലൈറ്റ് കളറൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇത് വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ബൈ.